മാതൃഭൂമിയിലെ രാഹുൽ ഗാന്ധി ഫാനായ അവതാരിക ചാനൽ ചർച്ചയിലിരുന്ന് ഡോക്ടർ പ്രേംകുമാറിനോട് അദ്ദേഹത്തെ ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ അതിഥിയായി വിളിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ മുമ്പ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പൊസിഷൻ മനസ്സിലാക്കി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളെ വെച്ച് ഒരു താങ്കൾ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് തിരിച്ചു കൊടുത്ത മറുപടി പാനലിസ്റ്റായിട്ടുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ വരെ ചിരിച്ചു പോയെന്നേ. ആ നിലയ്ക്ക് ഒരു എതിരാളി വരും എന്ന് CPM പേടിക്കേണ്ടതില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിനോട് ഒപ്പം നിൽക്കുന്ന ആളെന്നുള്ള നിലയിലല്ല. നിങ്ങൾ 2021 ഇലക്ഷന്റെ സീൻ നോക്കൂ. അന്ന് പിണറായി വിജയനെ തീർക്കാൻ വേണ്ടിയിട്ട് വന്ന PCC പ്രസിഡന്റ് ആയിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പോലും അറിവില്ലാതെ അയാളെ മാറ്റി. അന്ന് ഇലക്ഷന്റെ അടുത്തെത്തുമ്പോൾ ജേക്കബ് ജോർജ് പറയുന്നത് പോലെ AICC തീരുമാനിച്ച 2 ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്സ് ആയിരുന്നു, രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തായി. ഈ 2 പേരിൽ ഒരാളുമല്ലാത്ത VD സതീശൻ പ്രതിപക്ഷ നേതാവായി. ഇനിയിപ്പോൾ മിക്കവാറും ഞാൻ വിചാരിക്കുന്ന 2026 ഇലക്ഷൻ വരുന്ന സമയത്ത് 3-4 ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. എന്നിട്ട് ഈ 4 പേരും അല്ലാത്ത വേറൊരാള് പ്രതിപക്ഷ നേതാവായിട്ട് വരും. ഇതാണ് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇത് ചെറുത്, മൊത്തത്തിൽ ഇതിനേക്കാൾ ഗംഭീരമാണ്. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ കൊട്ടേഷനുകൾ യഥേഷ്ടം മാപ്രകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്.